കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് കളഭം കൊണ്ടെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഗരുഡനെ കാണാം, വെങ്കല ശില്പം, അതേപോലെ കുചേലനെ കാണാം. അതും കണ്ട് നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കാണാം. അത് കഴിഞ്ഞങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും അതേപോലെ വലതുവശത്തെ ആദ്യത്തെ തൂണൊക്കെ നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. നിത്യേന അതിങ്ങനെ കാഴ്ചകൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കണമെന്നാണ്. എന്നാലും നമുക്ക് നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് ഭഗവാൻ. അപ്പോൾ ഇന്നത്തെ അലങ്കാരം എന്താ വെച്ചാൽ ഒരു താമര കാണാനുണ്ട്. ആ താമരയ്ക്ക് തണ്ടുണ്ട്, അതിൻ്റെ മുകളിൽ 2 ഇല, അതിൻ്റെ മുകളിലാണ് വലിയ താമര. ഇങ്ങനെ ആ കളഭം കൊണ്ട് തന്നെയാണ് ഒക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കുകയാണ്, ചമ്രം മടിഞ്ഞിരിക്കുക. അപ്പോൾ 2 കാൽപാദങ്ങൾ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മുല്ലമൊട്ട് മാല, ഒരു വളയം പോലത്തെ മാല, അതിന് നടുക്കായിട്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ ഒരു വെണ്ണുരുള, ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ, പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് ഇന്നത്തെ ഇരിപ്പ്. ആ ഇരിപ്പാണ് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നോക്കിയാലോ ഞാൻ താമരയിലായിരിക്കണമെന്നൊക്കെയുള്ള ആ ഒരു പുഞ്ചിരിയാണ് മുഖത്തെ. അങ്ങനെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടിമാല ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി, പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും, പിന്നെ ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ട്, അങ്ങനെ 3 തിരുമുടിമാലകൾ. അതേപോലെ തന്നെ വലിയ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വനമാല പോലെ തെച്ചിയും തുളസിയും, വീണ്ടും തെച്ചി, വീണ്ടും തുളസി, അങ്ങനെ ഉള്ള ഒരു വനമാല നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അണിഞ്ഞ് വളരെ സുന്ദരനായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി അവിടെ അങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ദർശനം തരാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും ആ താമരക്കണ്ണനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ചുവരിൻ്റെ മുകളിലുള്ള ആ താമരക്കണ്ണനെ, ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ വീണ്ടും ഗ്രില്ല് കഴിഞ്ഞാൽ നേരെ സപ്തമാതാക്കളെ കാണാം. പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴാം, ഗണേശനെ കൊണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞങ്ങനെ മായാദേവീനെയും അതേപോലെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ കാണുന്നത് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുക. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ബലരാമനും ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും ഒക്കെ കാണാം, ശ്രീകൃഷ്ണനെയൊക്കെ കാണാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ നൃത്താറിയും മണിക്കിണറും ഒക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ പുറത്തേക്ക് വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി നമുക്ക് എടത്തരികത്ത് കാവിലെ അമ്മയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് നമ്മളങ്ങനെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കുളത്തിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ നേരെ വന്ന് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്നിട്ട് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ ഒപ്പം ഉണ്ടാവട്ടെ, തുണയേകട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.